കപിൽ സിബലാണ് ലീഗിന് വേണ്ടി വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്ററി നിയമനിർമ്മാണത്തിലൂടെ ഒരു മതത്തിന്റെ ആചാരത്തിൽ ഇടപെട്ടെന്ന് കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വാദിക്കുന്നുണ്ട്. കപിൽ സിബലിന്റെ വാദത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ മറ്റെന്തൊക്കെയാണ്, മറ്റ് വിശദാംശങ്ങൾ എന്താണ്? രോഷിനി, ഏതായാലും ഈ കേസിൽ എന്തൊക്കെ വിഷയങ്ങളെ ശക്തമായി എതിർക്കുന്നു എന്ന കാര്യത്തിലാണ് ഏതായാലും കപിൽ സിബൽ ഇപ്പോൾ ഒരു വ്യക്തത കോടതിക്ക് മുൻപാകെ നൽകുന്നത്. എന്തൊക്കെ ആർഗ്യുമെന്റ് ആണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നതായിരുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ചോദ്യം. ഏതായാലും അതിനുള്ള മറുപടിയാണ് കപിൽ സിബൽ നൽകുന്നത്. വഖഫ് നിയമ ഭേദഗതിയിൽ എന്തൊക്കെ വ്യവസ്ഥകളെ എതിർക്കുന്നു എന്നതാണ് കപിൽ സിബൽ വിശദീകരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വഖഫ് ബോർഡുകളിൽ മുസ്ലിം ഇതര അംഗങ്ങളുടെ പ്രാതിനിധ്യത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു വഖഫ് ബോർഡിന്റെ ഭാഗമാകണമെങ്കിൽ ഒരാൾ 5 വർഷം മുസ്ലിമായി പ്രാക്ടീസ് ചെയ്യണം എന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് തെളിയിക്കണം എന്ന് പുതിയ നിയമ ഭേദഗതിയിൽ പറയുന്നുണ്ട്. അത് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അയാൾ ആ മതത്തെ ഫോളോ ചെയ്യുന്നു, ആ മതത്തെ പിന്തുടരുന്ന ആളാണ് എന്ന് തെളിയിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യവും കപിൽ സിബൽ ഉന്നയിച്ചിട്ടുണ്ട്. ഈ പ്രൊവിഷനെയും എതിർക്കുന്നുവെന്ന് കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചു. ഇതടക്കമുള്ള ഈ നിയമ ഭേദഗതിയിലെ ഏതാണ്ട് ഭൂരിഭാഗം വ്യവസ്ഥകളും ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കപിൽ സിബൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കിയിരിക്കുന്നത് വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യണം എന്ന കാര്യത്തിൽ ഇപ്പോൾ വാദം നടത്തേണ്ടതില്ല എന്നിപ്പോൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ വഖഫ് നിയമ ഭേദഗതി സുപ്രീം കോടതി സ്റ്റേ ചെയ്യുമോ, സ്റ്റേ ചെയ്ത ശേഷം പിന്നീട് കേസിന്റെ തുടർ നടപടികളിലേക്ക് നീങ്ങുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു നിയമ ഭേദഗതി സ്റ്റേ ചെയ്യണം എന്ന് ഇപ്പോൾ ഹർജിക്കാരുടെ അഭിഭാഷകരിൽ ഒരാൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ സ്റ്റേ വേണം എന്നാവശ്യപ്പെട്ടുള്ള വാദം ഇപ്പോൾ നടത്തേണ്ടതില്ല എന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കിയിരിക്കുകയാണ്. കേസിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കും എന്ന് മാത്രം തങ്ങൾക്ക് അറിഞ്ഞാൽ മതി എന്നതാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഹർജിക്കാർ അവരുടെ നിലപാടുകൾ എന്തൊക്കെ വിഷയങ്ങൾ വാദിക്കും എന്നത് കോടതിക്ക് മുൻപാകെ ഇപ്പോൾ അറിയിക്കുകയാണ്. ആ നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതായാലും ഇതിനുശേഷമായിരിക്കും എങ്ങനെയായിരിക്കണം ഈ കേസ് പരിഗണിക്കേണ്ടത് എന്നത് സുപ്രീം കോടതി തീരുമാനിക്കുക. സുപ്രീം കോടതി തന്നെ ഈ കേസുകൾ പരിഗണിക്കണോ അതോ ഈ കേസ് ഹൈക്കോടതിയിലേക്ക് വിടണോ എന്ന കാര്യവും സുപ്രീം കോടതി ഇന്ന് തീരുമാനിക്കും. 3 അംഗ ബെഞ്ച് ഈ കേസ് പരിഗണിക്കണോ അതോ 5 അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ കേസ് വിടണോ എന്നതും സുപ്രീം കോടതി തീരുമാനിക്കും. എന്തായാലും സ്റ്റേ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നൊരു സൂചന ഒരുപക്ഷെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ വാക്കുകൾ ഇപ്പോൾ പ്രകടമാണ്. ഏതായാലും അടിയന്തരമായി അത്തരം നടപടികളിലേക്ക് നീങ്ങില്ല. ഈ കേസിൽ കുറച്ചുകൂടി വാദം കേട്ട ശേഷമായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനം സുപ്രീം കോടതി എടുക്കുക എന്നൊരു സൂചന കൂടി ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നൽകുകയാണ്. ഓക്കെ, ശ്യാം ദേവരാജിലേക്ക് തിരിച്ചെത്താം. ശ്യാം, നിലവിൽ ഇപ്പോൾ PR സുനിൽ പറഞ്ഞു നിർത്തിയ കാര്യം, അതായത് ഈ കേസ് സംബന്ധിച്ച് ഇത് സുപ്രീം കോടതി തന്നെ പരിഗണിക്കണോ അതോ ഹൈക്കോടതിയിലേക്ക് വിടണോ, ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറ്റണോ എന്നുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ സാങ്കേതികമായി അതെങ്ങനെയാണ് സുപ്രീം കോടതി നോക്കിക്കാണുന്നത്, അത്തരം കാര്യങ്ങളിലേക്ക് സുപ്രീം കോടതി കടക്കുമോ? സുപ്രീം കോടതിയിൽ ഇപ്പോഴും ഇതിന്മേൽ വാദപ്രതിവാദങ്ങൾ പുരോഗമിക്കുകയാണ്. വഖഫ് നിയമം സ്റ്റേ ചെയ്യണമെന്ന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ആദ്യമേ തന്നെ ഹർജിക്കാർ ഉയർത്തിയത്. ഇതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. വഖഫ് ബോർഡിൽ 22 അംഗങ്ങളാണുള്ളത്. ഇതിൽ പകുതിയിലധികം അമുസ്ലിങ്ങൾ കടന്നു വരുമെന്ന കാര്യം ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ അതിനാണ് കേന്ദ്ര സർക്കാർ മറുപടി നൽകുന്നത്. വഖഫ് ബോർഡിൽ 22 അംഗങ്ങളിൽ 2 പേർ മാത്രമാണ് അമുസ്ലിങ്ങളായി വരിക എന്നതാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത സ്വത്താണെന്നുണ്ടെങ്കിൽ വഖഫ് സ്വത്തായി തന്നെ തുടരും എന്നതടക്കമുള്ള മറുപടിയും നൽകുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ വഖഫ് നിയമം സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. വഖഫ് നിയമം അനുസരിച്ച് ഒരാൾ മുസ്ലിമെന്ന് തെളിയിക്കാൻ 5 വർഷം വേണ്ടിവരും എന്നടക്കമുള്ള കാര്യങ്ങൾ ഹർജിക്കാർ വാദമായി ഉയർത്തുകയും ചെയ്തു. നിരവധിയായ ചോദ്യങ്ങൾ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നു. മാത്രമല്ല നിരീക്ഷണങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് എന്ന നിരീക്ഷണം ചീഫ് ജസ്റ്റിസ് നടത്തുന്നു. സുപ്രീം കോടതി അംഗീകരിച്ച വഖഫ് ഉപയോക്താവിനെ ഭേദഗതിയിലൂടെ ഇല്ലാതാക്കിയെന്നാണ് സുപ്രീം കോടതിയുടെ മറ്റൊരു നിരീക്ഷണം. നിലവിലെ വഖഫ് ഉപയോക്താവിൻ്റെ അവകാശം റദ്ദാക്കുന്നതാണ് ഇതിലെ നിയമത്തിലെ ചില ഭാഗങ്ങൾ എന്ന കാര്യവും കൂടി സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. വഖഫ് ഉപയോക്താവിൻ്റെ സ്വത്തിനുമേൽ സർക്കാർ അവകാശവാദം ഉന്നയിച്ചാൽ എന്താകും സംഭവിക്കുക എന്ന കാര്യവും കൂടി ജസ്റ്റിസ് KV വിശ്വനാഥൻ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. വഖഫ് നിയമം അല്ലെന്ന് ജില്ലാ കളക്ടർ തീരുമാനിച്ചാൽ എങ്ങനെ അതൊരു സുതാര്യമായ തീരുമാനമാകും
സാധ്യമാകുമെന്നാണ് സുപ്രീം കോടതി ഉന്നയിച്ച മറ്റൊരു ചോദ്യം. വഖഫ് സ്വത്തിന്റെ സ്വഭാവം ജില്ലാ കളക്ടർമാർ തീരുമാനിക്കുന്നത് ശരിയാണോ എന്ന കാര്യവും കൂടി സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. 1925 മുമ്പ് വഖഫ് സ്വത്തായിരുന്നത് അത് വഖഫ് അല്ലെന്ന് പറയാനാകുമോ എന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ മറ്റൊരു ചോദ്യം. രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ വഖഫ് സ്വത്തായി തുടരുമെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകി. വിധിന്യായത്തെ എങ്ങനെ നേരത്തെ തന്നെ വഖഫ് സ്വത്ത് സംബന്ധിച്ച് അതിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ചൊക്കെ സുപ്രീം കോടതി വ്യക്തത വരുത്തിയിരുന്നു. എന്നാൽ ഇത് ഈ നിയമനിർമ്മാണത്തിലൂടെ മറികടക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചതെന്ന നിരീക്ഷണവും കൂടി സുപ്രീം കോടതി നടത്തുകയും ചെയ്തു. ജഡ്ജിമാർ ഇപ്പോൾ കൂടിയാലോചന നടത്തുകയാണ്. ഉടൻ തന്നെ ഒരു ഇടക്കാല ഉത്തരവുണ്ടായേക്കാം.